إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير سنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിക്കണം എന്ന് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിദ്യാലയങ്ങൾ തുറക്കാനിരിക്കുന്ന സമയമാണ്. നമ്മുടെ മക്കളുടെ റിസൾട്ട് വന്ന സമയമാണ്. മറ്റുള്ള കോഴ്സുകൾ ചേരാനുള്ള സമയമാണ്. നമ്മളൊക്കെ തന്നെ നമ്മുടെ മക്കളെ സംബന്ധിച്ച് അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്, പുലർത്തുന്നവരാണ്. ഈ സമയത്ത് പ്രത്യേകമായ ഒരു കാര്യം നിങ്ങളെ ഉണർത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുന്ന സമയത്ത് കൂട്ടുകാർ ഇന്നതാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മുടെ ചില മക്കൾ ചില കോഴ്സുകൾ സെലക്ട് ചെയ്യാറുണ്ട്. ഒരു ലക്ഷ്യമില്ലാത്ത സെലക്ഷൻ, ഇന്നതാവണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇന്നത്
എന്നല്ലാതെ പ്ലസ് ടു ഉണ്ടാവണമല്ലോ എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും സെലക്ട് ചെയ്യുന്ന വിദ്യാർത്ഥിനികൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണവും മനസ്സിലാക്കിയത് നമ്മുടെ രക്ഷിതാക്കൾ അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. കാരണം അവന് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുത്തോട്ടെ, അവനിഷ്ടമുള്ളത് ചെയ്തോട്ടെ, അവനാവശ്യമുള്ളത് പഠിച്ചോട്ടെ എന്നുള്ള ഒരു നിലപാടിലാണ് മിക്ക രക്ഷിതാക്കളും ഉള്ളത് എന്നുള്ളതാണ് വസ്തുത. എന്നാൽ നമ്മളതിന് ഇന്നത് തിരഞ്ഞെടുത്തോ എന്ന് പറയുന്നതിന് പകരം എന്താച്ചാ തിരഞ്ഞെടുത്തോ എന്നുള്ള രൂപത്തിലാണ് നമ്മുടെ സംസാരം വരുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യണം. ഇന്നത് തിരഞ്ഞെടുത്താൽ ഇന്നതൊക്കെ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും, അത് ഉപകാരപ്പെടും, ഈ രൂപത്തിലാവണം നമ്മളെ മക്കളെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഈ സമയത്ത് പ്രത്യേകമായി എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത്, ഭൗതികമായിട്ടുള്ള എല്ലാ അറിവുകളെ സംബന്ധിച്ചും നമുക്കറിയാം. നമ്മുടെ മഹല്ലിൽ എത്ര ആലിമീങ്ങളുണ്ട് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ മഹല്ലിൽ എത്ര പണ്ഡിതന്മാരുണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. മറ്റുള്ള എല്ലാ പ്രൊഫഷൻസിലും എല്ലാം നമുക്ക് ആളുകളെ കണ്ടെത്താൻ സാധിക്കും. എന്നാൽ സാംസ്കാരികമായി നമ്മളെ നയിക്കേണ്ട ആളുകൾ നമ്മളിൽ നിന്ന് ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ് വസ്തുത. എന്തുകൊണ്ടാണ് നമ്മുടെ മക്കളെ ദീൻ പഠിപ്പിക്കുക എന്നുള്ളതിൽ നിന്ന്, പണ്ഡിതന്മാരാക്കി തീർക്കുക എന്നുള്ളതിൽ നിന്ന് നമ്മെ തടയുന്ന കാര്യം എന്താണ്? നമ്മെ തടയുന്ന കാര്യം എന്താണ്? ഇനി നമ്മൾ തന്നെ ചേർക്കുന്ന സമയത്ത് ചില രക്ഷിതാക്കളുടെ മനോഭാവം എല്ലാ സ്ഥലങ്ങളും തിരയും. സീറ്റുണ്ടോ. അവസാനം സീറ്റില്ല എങ്കിൽ പിന്നെ പൈസ കൊടുത്ത് പഠിപ്പിക്കാനും കഴിയൂല എന്നുണ്ടെങ്കിൽ അറബിക് കോളേജ് എന്നുള്ള അവസ്ഥയിലേക്ക്, അറബിക് കോളേജ് പഠിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് പഠിക്കേണ്ട ഒരു സ്ഥലമായി നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. യഥാർത്ഥത്തിൽ നമ്മുടെ മിടുക്കരായ മക്കളെ ചേർക്കേണ്ട സ്ഥലമാണ് അറബിക് കോളേജുകൾ. കാരണം അവരാണ് നമ്മുടെ നേതാക്കളായി, നമ്മളോട് ഖുതുബ പറയുന്ന ആളുകളായി, നമ്മളെ നയിക്കേണ്ട ആളുകളായി നമ്മുടെ മുമ്പിലേക്ക് വരേണ്ടത്. അതിനൊരു തൗഫീഖ് ഉണ്ടാവണം. അല്ലാഹു തആല നമുക്ക് ഏവർക്കും നമ്മുടെ മക്കളിലൂടെ അതിനുള്ള തൗഫീഖ് തരുമാറാകട്ടെ. അങ്ങനെ നമ്മുടെ മക്കളെ പണ്ഡിതന്മാരാക്കിയാൽ എന്താണ് നമുക്കുണ്ടാകുന്ന നേട്ടം, എന്താണ് നഷ്ടം, എന്താണ്? അത് കണക്കാക്കിയിട്ടാണല്ലോ. ഈ ദുനിയാവിലുള്ള നേട്ടത്തിനു വേണ്ടിയാണ്, 70, 80, 90 വർഷമുള്ള നേട്ടത്തിനു വേണ്ടിയാണ് നമ്മൾ പല കോഴ്സുകളും തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുക്കരുത് എന്നല്ല പറഞ്ഞത്, അതിനാണ് നമ്മൾ പ്രാമുഖ്യം നൽകുന്നത്. എന്നാൽ ഒരു പണ്ഡിതനായി കഴിഞ്ഞാൽ എന്താണ് അവന് കിട്ടുന്ന നേട്ടം? എന്താണ്? ഒന്നാമത്തെ കാര്യം നമുക്കാണ്, നമ്മുടെ മക്കളിലൂടെ കിട്ടാനുള്ളത് പണ്ഡിതന്മാരായി കഴിഞ്ഞാൽ. കാരണം നമ്മുടെ മക്കൾ നമ്മുടെ അടയാളങ്ങളാണ്. നമ്മളിവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്. അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും എന്ന് അല്ലാഹു തആല പറഞ്ഞതാണ്. സൂറത്തു യാസീനിലൂടെ എല്ലാവർക്കും കാണാതെ അറിയാവുന്ന ആയത്താണത്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും
തീർച്ചയായും നാമാണ് മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നത്. വനക്തുബു മാ ഖദ്ദമു വആസാറഹും, അവർ ചെയ്തു വച്ചതും അവരുടെ പ്രവർത്തനങ്ങളുടെ അനന്തര ഫലങ്ങളും നാം എഴുതി വെക്കുന്നതാണ്. വകുല്ലു ശൈഇൻ വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ, എല്ലാ കാര്യങ്ങളും വ്യക്തമായ ഒരു രേഖയിൽ നാം ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നു, കൃത്യമാക്കിയിരിക്കുന്നു. നമ്മുടെ മക്കൾ ദീൻ പഠിച്ചാൽ നമ്മൾ കാരണമായിട്ടാണ് ആ ദീൻ അവർ പഠിച്ചതെങ്കിൽ പിന്നെ അവർ നേടുന്ന ഇൽമിന്റെ പ്രതിഫലം നമുക്കാണ്. ആ ഇൽമിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രതിഫലം മുഴുവൻ നമുക്കാണ്. നമ്മൾ മരണപ്പെട്ടാലും നമ്മുടെ മക്കൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം, അതിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലമെല്ലാം നമുക്കാണ്. അവർക്ക് കിട്ടുന്നത് ഒന്നും കുറയാതെ തന്നെ നമുക്ക് കിട്ടും. അതാണ് ആസാറഹും എന്ന് പറഞ്ഞത്. ദുന്യവിയായിട്ടുള്ള കാര്യങ്ങളിലാണ് നിങ്ങളുടെ മക്കളെ എങ്കിൽ ദുനിയാവുമായി ബന്ധപ്പെട്ട് അവിടെ നിൽക്കും, മരണത്തോടു കൂടി നിൽക്കും. അതാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യം. പരലോകവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിലക്കാത്ത പ്രതിഫലമായിരിക്കും. രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ മക്കൾക്കാണ്, അതും പരലോകവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതെന്താണ്? ഞാനിതാ നിങ്ങളോട് ഖുതുബ നടത്തുന്നു, ഇതിനു ശേഷം ഇതാ നമ്മൾ നമസ്കരിക്കും. നമസ്കരിച്ചതിന് ശേഷം നമസ്കരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ പ്രതിഫലം കിട്ടും, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിഫലം കിട്ടും. അതുമാത്രമല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രതിഫലവും എക്സ്ട്രാ എനിക്ക് ലഭിക്കും. അൽഹംദുലില്ലാഹ്. എൻ്റെ പിന്നിൽ നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ പ്രതിഫലം കുറയാതെ എനിക്ക് തരും അല്ലാഹു തആല. അതാണ് എനിക്ക് ലഭിക്കുന്ന പ്രതിഫലം പരലോകവുമായി ബന്ധപ്പെട്ട്. അതാണ് ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ള ആളുകളും അറിവില്ലാത്ത ആളുകളും സമന്മാരാകുമോ? ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഉലമാക്കളാണ്, അറിവുള്ള ആളുകളാണ്. അറിവുണ്ടാകുമ്പോഴാണ് അല്ലാഹുവിനെ ഭയപ്പെടേണ്ട രൂപത്തിൽ, ബഹുമാനിക്കേണ്ട രൂപത്തിൽ, ഇഷ്ടപ്പെടേണ്ട രൂപത്തിൽ ബഹുമാനിക്കാനും ഇഷ്ടപ്പെടാനും ഭയപ്പെടാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഫദ്ലുൽ ആലിം അലൽ ആബിദ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വഇന്ന ഫദ്ലൽ ആലിമി അലൽ ആബിദ് കഫദ്ലിൽ ഖമരി ലൈലത്തൽ ബദ്രി അലാ സായിരിൽ കവാകിബ്. പൂർണ്ണ നിലാവുള്ള സമയത്ത് മറ്റുള്ള നക്ഷത്രങ്ങളെക്കാൾ പൂർണ്ണ ചന്ദ്രനുള്ള സ്ഥാനം എങ്ങനെയാണോ അതുപോലെയാണ് മറ്റുള്ള ആളുകളിൽ നിന്ന് നിങ്ങളില്ല പണ്ഡിതന്മാർക്കുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ എൻ്റെയും നിങ്ങളുടെയും മക്കൾ ഉൾപ്പെടണോ വേണ്ടേ എന്ന് ചിന്തിക്ക്. 2 മക്കളുണ്ടെങ്കിൽ ഒരാളെങ്കിലും അതിൽ ഉൾപ്പെടണ്ടേ? 4 മക്കളുണ്ടെങ്കിൽ 2 ആളെങ്കിലും അത് ഉൾപ്പെടണ്ടേ? അങ്ങനെ നമ്മൾ ഉൾപ്പെടണമെന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ മഹല്ലിൽ എത്ര പണ്ഡിതന്മാർ ഇപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞിട്ട് ഉണ്ടാവും? ഇല്ലല്ലോ. അതിനെപ്പറ്റി നമ്മൾ ആലോചിച്ചിട്ടില്ലല്ലോ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. പണ്ഡിതന്മാർ ഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ, പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. വഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമാ. ദീനാറോ ദിർഹമോ അല്ല അവർ അനന്തര സ്വത്തായി ഇവിടെ വിട്ടേച്ചു പോയിട്ടുള്ളത്. വഇന്നമാ വറസുൽ ഇൽം, അവർ ഇവിടെ അനന്തര സ്വത്തായി ഇട്ടേച്ചു പോയിട്ടുള്ളത് ഇൽമാണ്, അറിവാൻ.
ഫമൻ അഖദഹു ഫഖദ് അഖദ ബിഹദ്ദിൻ വാഫിർ. അതിനാൽ ആരെങ്കിലും അതെടുക്കുന്നുവെങ്കിൽ ഏറ്റവും നല്ല ഓഹരി അവൻ എടുക്കട്ടെ. ഏറ്റവും നല്ല ഓഹരിയാണ് അവൻ എടുത്തിരിക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അങ്ങാടിയിൽ ചില ആളുകളോട് പറഞ്ഞു, നിങ്ങളിവിടെ ഇങ്ങനെയൊക്കെ ചുറ്റിക്കറങ്ങുകയാണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത് അവിടെ മദീന പള്ളിയിൽ ഓഹരി വെക്കുന്നുണ്ട്. ذاك ميراث رسول الله صلى الله عليه وسلم يقسم وأنتم هؤلاء لا تذهبون فتأخذون نصيبكم منه. നിങ്ങൾക്കുള്ള ഓഹരി നിങ്ങൾ എടുക്കുന്നുമില്ല, നിങ്ങൾ ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അവരെന്ത് ചെയ്തു? നേരെ പോയി പള്ളിയിലേക്കെത്തി. പള്ളിയിലേക്കെത്തിയ സമയത്ത് അവര് സമ്പത്ത് ഓഹരി വെക്കുന്നൊന്നും കണ്ടില്ല. അവർ തിരിച്ചു പോകും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കണ്ട സമയത്ത് അവർ പറഞ്ഞു, യാ അബാ ഹുറൈറ ഫഖദ് അതൈനൽ മസ്ജിദ്. ഞങ്ങൾ പള്ളിയിൽ വന്നിരുന്നല്ലോ. ഫദഖൽന, ഞങ്ങൾ അവിടെ പ്രവേശിക്കുകയും ചെയ്തു. ഫലം നറാ ഫീഹി ശൈഅൻ യുഖ്സം, പക്ഷേ അവിടെ ഒന്നും വിതരണം ചെയ്യുന്നതായിട്ട് ഞങ്ങൾ കണ്ടില്ല. അമാ റഅയ്തും ഫിൽ മസ്ജിദി അഹദൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, ഒരാൾ നിങ്ങൾ പള്ളിയിൽ കണ്ടില്ലേ? റഅയ്നാ ഖൗമൻ യുസല്ലൂൻ, അവർ പറയാൻ കുറച്ചാളുകൾ നിസ്കരിക്കുന്നുണ്ട്. വഖൗമൻ യഖറഊനൽ ഖുർആൻ, കുറച്ചാളുകൾ ഖുർആൻ ഓതുന്നുണ്ട്. വഖൗമൻ യതദാക്കറൂനൽ ഹലാല വൽ ഹറാം, മറ്റൊരു കൂട്ടർ ഹലാലുകളെ സംബന്ധിച്ചും ഹറാമിനെ സംബന്ധിച്ചുമൊക്കെ ചർച്ച ചെയ്യുന്നൊക്കെ ഉണ്ട്. വൈഹക്കും ഫദാക മീറാസ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നാശം, അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത് എന്ന് അദ്ദേഹം പറയാണ്. ആ അനന്തര സ്വത്ത് നമുക്ക് എത്ര ഉണ്ട് കിട്ടിക്കണമെന്നൊക്കെ ആലോചിച്ച് നോക്കി. നമുക്ക് എത്ര ഇൽമുണ്ട് അതിനെ സംബന്ധിച്ച്. പൊതുവായി നമ്മൾ മദ്രസയിൽ പഠിക്കണം. നമ്മുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, തൗഹീദുള്ള ആളുകൾ വിവാഹം കഴിക്കാതിരിക്കുകയും എന്നിട്ട് നമ്മൾ ഗൾഫിലേക്ക് പോവുകയും ചെയ്യുന്നു. മക്കൾ തൗഹീദ് പഠിക്കാത്ത കുട്ടികളായി വളരുകയും ചെയ്യുന്നു. അല്ലേ? നമ്മുടെ മദ്രസയിൽ എത്ര കുട്ടികളുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മുടെ വീടിനനുസരിച്ചുള്ള കുട്ടികൾ മദ്രസയിലുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. ആ കുട്ടികൾ തൗഹീദ് പഠിക്കുന്നുണ്ടോ? ആദർശം അവർക്ക് മനസ്സിലാക്കുന്നുണ്ടോ? ഇതെന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇനി അവർ 10ാം ക്ലാസ് കഴിഞ്ഞാൽ മതവിജ്ഞാനം നൽകണമെന്ന ചിന്ത നമുക്കുണ്ടോ? ഒരു കുട്ടിയെങ്കിലും, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കുട്ടിയെങ്കിലും സമൂഹത്തെ നയിക്കാൻ കെൽപ്പുള്ള ശക്തിയുള്ള ഒരു കുട്ടിയെങ്കിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചൂടെ? അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതിന് തൗഫീഖ് വേണം. പ്രാർത്ഥിച്ചോളിൻ. അല്ലാഹു ആർക്കെങ്കിലും നന്മ ഉദ്ദേശിച്ചാൽ അവനെ മതത്തിൽ അവഗാഹമുള്ളവനാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചോളി നമ്മളെ കുട്ടികൾക്ക് വേണ്ടി ആ ഖൈർ കിട്ടാൻ. ആ ഖൈർ കിട്ടിയിട്ട് പിന്നെ അത് വെച്ച് ജനങ്ങളെ ചൂഷണം ചെയ്താൽ അദീമുസ്സമ, അല്ലാഹു തആല പറഞ്ഞതാണ്. ആകാശത്തിന് ചുവട്ടിൽ ഏറ്റവും ദുഷിച്ചവർ. ഒരാൾക്ക് ഖൈർ കിട്ടി അവൻ മതത്തിൽ പണ്ഡിതനായി ആ പാണ്ഡിത്യം വെച്ച് ജനങ്ങളെ ചൂഷണം ചെയ്താൽ സൃഷ്ടികളെ ഏറ്റവും നികൃഷ്ടൻ എന്നാണ് അവന്റെ വിശേഷണം. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഒരു നിലക്ക് ഞങ്ങൾക്ക് എന്തുണ്ട്? ഒരു ഭാഗത്ത് സമാധാനമുണ്ട്, പ്രശ്നമുണ്ട്. കാരണം ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ, പറയുന്ന കാര്യം പ്രവർത്തിക്കണം എന്നാണ്.
പറയുന്ന കാര്യം പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ പേര് ശിക്ഷ കിട്ടും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാലോ പറയുന്ന കാര്യം പ്രവർത്തിക്കുകയും അതനുസരിച്ച് ജനങ്ങൾ പ്രവർത്തിക്കുകയും അതിന് നേതൃത്വം കൊടുക്കാനും സാധിച്ചാൽ അവർക്ക് കിട്ടുന്ന അതേ പ്രതിഫലം ആ പണ്ഡിതന്മാർക്ക് കിട്ടുകയും ചെയ്യും. അല്ലാഹു തആല നമ്മുടെ മക്കൾക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൻ സലക ത്വരീഖൻ യത്ലുബു ഫീഹി ഇൽമൻ സലക അല്ലാഹു ബിഹി ത്വരീഖൻ മിൻ തുറുഖിൽ ജന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ആരെങ്കിലും അറിവന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിന്റെ വഴികളിൽ നിന്നുള്ള ഒരു പാത അല്ലാഹു അവനെ എളുപ്പമാക്കി കൊടുക്കും. ദീൻ എന്താണെന്ന് മനസ്സിലാകും, എങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കേണ്ടതെന്ന് അവൻ മനസ്സിലാക്കും, എങ്ങനെയാണ് ആരാധനാ കർമ്മങ്ങൾ എന്ന് മനസ്സിലാക്കും. അവൻ മാതാപിതാക്കളെ ഒഴിവാക്കുന്നവനാവുകയില്ല. എന്നാൽ എത്രയോ ആളുകൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുകൊണ്ട് മക്കളെ വളർത്തി വലുതാക്കി അവൻ ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ വിദേശത്തൊക്കെ പോയി പിന്നെ കാണുന്നത് ആ മാതാപിതാക്കൾ വൃദ്ധസദനത്തിലാണ്. ദീൻ പഠിച്ച കുട്ടികളുടെ മക്കൾക്ക്, പിതാക്കൾക്ക്, മാതാക്കൾക്ക് ആ അവസ്ഥ വരൂല. കാരണം അവൻ മനസ്സിലാക്കിയത് എന്താണ്? റിദല്ലാഹു ഫീ റിദൽ വാലിദൈൻ വസുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ. അല്ലാഹു തആല തൃപ്തിപ്പെടണമെങ്കിൽ മാതാപിതാക്കൾ തൃപ്തിപ്പെടണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. വഇന്നൽ മലായിക ലതളവ അജ്നിഹതഹാ ലിദല്ലി ത്വാലിബിൽ ഇൽം. മലക്കുകൾ അറിവന്വേഷിക്കുന്നവനോടുള്ള തൃപ്തിയാൽ അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി റഹ്മത്തിന് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്. അത് നമുക്ക് നമ്മുടെ മക്കൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചൂടെ? വഇന്നൽ ആലിമ, വീണ്ടും റസൂൽ പറയാണ്, വഇന്നൽ ആലിമ ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്. പണ്ഡിതന്മാർക്ക് വേണ്ടി, അറിവുള്ള ആളുകൾക്ക് വേണ്ടി ആകാശത്തും ഭൂമിയിലുള്ളവർ മുഴുവനും അറിവുള്ള ആളുകൾക്ക് വേണ്ടി പാപമോചനം തേടുന്നതാണ്. ആലങ്കാരികമായിട്ട് പറഞ്ഞതല്ല. എന്നിട്ട് റസൂൽ പറയാൻ, വെള്ളത്തിനടിയിലുള്ള മത്സ്യങ്ങൾ വരെ പണ്ഡിതന്മാർക്ക് ഇസ്തിഗ്ഫാർ നടത്തും. അതിനേക്കാൾ വലിയ സൗഭാഗ്യം എന്താണ്? ആ സൗഭാഗ്യം നമ്മുടെ മക്കളിലെ 1-2 ആളുകൾക്കെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിച്ചൂടെ? അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയാൻ, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ. ഒന്നുകിൽ നീ പണ്ഡിതനാവണം, അല്ലെങ്കിൽ നീ പഠിതാവാവണം. ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ. അല്ലെങ്കിൽ നീ പ്രവർത്തിക്കുന്നവനാകണം, അത് കേൾക്കുന്നവനാകണം, അതിനോട് ഇഷ്ടമുള്ളവനാകണം, അറിവിനോട് ഇഷ്ടമുള്ളവനാകുക. വലാ തകുനിൽ ഖാമിസ. 5ാമത്തെ വിഭാഗത്തിൽ നീ ഉൾപ്പെടരുത്. ഫതഹ്ലിക്. അങ്ങനെ നീ ഉൾപ്പെട്ടാൽ നീ നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ദീൻ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. മദ്രസ വിദ്യാഭ്യാസം പൊതുവായി കൊടുക്കുക എല്ലാ കുട്ടികൾക്കും. ആഴത്തിലുള്ള പഠനം 1-2 മക്കൾക്ക് നൽകാനും ചെയ്യണം. നമ്മൾ ശ്രദ്ധിക്കണം. ഓൽക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോട്ടെ എന്നല്ല, അവർക്കിത് പറഞ്ഞു മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാതെ ഓൽക്ക് എവിടുന്നല്ലാതെ അവ ആഗ്രഹം വരൂല. നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം, അവരെ സഹായിക്കണം ഇന്നതെടുത്തോ എന്നുള്ളത്. ആ നിലക്ക് തന്നെ എന്ത് ചെയ്യുക? ഉപരിപഠനം അറബിക് കോളേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാക്കാൻ
മറ്റുള്ള കോഴ്സുകളെ സംബന്ധിച്ച് നിങ്ങളോട് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. അത് നമ്മൾ ചെയ്യുന്നതാണ്, നമ്മുടെ മക്കളൊക്കെ പോകുന്നതാണ്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ മഹല്ലിൽ തന്നെ നോക്കുമ്പോൾ വലിയൊരു വിടവ് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം സൂചിപ്പിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ തൗഫീഖ് കിട്ടുന്ന മക്കളുള്ള രക്ഷിതാക്കളായി നമ്മെ ഏവരെയും മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ ലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ കസീറൻ മസീദൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് മതത്തിൽ അവഗാഹമുള്ള ഒന്നോ രണ്ടോ മക്കൾ നമ്മുടെ മക്കളിൽ നിന്നുണ്ടാകണം എന്നുള്ള ഒരു സന്ദേശമാണ് പറയാൻ ഉദ്ദേശിച്ചത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആ രൂപത്തിൽ പോകുമ്പോഴാണ് നമ്മുടെ മഹല്ല് ചലനാത്മകമായിട്ടുള്ള ഒരു മഹല്ലായി തീരുകയും. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പലപ്പോഴും നമ്മുടെ മുമ്പിലുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ച്, അതിൻ്റെ വിലയെ സംബന്ധിച്ച് നമ്മളൊന്നും മനസ്സിലാക്കാറില്ല. അതിൽപ്പെട്ട ഒന്നാണ് നിങ്ങളുടെ അടുത്തുള്ള അൻസാർ അറബിക് കോളേജ്. അവിടെ ഒരു പുതിയ സംരംഭം ബ്രില്യൻസ് അക്കാദമി എന്ന് പറഞ്ഞുകൊണ്ട് 10 കുട്ടികൾക്ക് മാത്രമാണ് അവസരം. എവിടെയും കിട്ടാത്തതുകൊണ്ട് അവിടെ പോകണ്ട ആരും. 10 കുട്ടികൾക്ക് മാത്രമാണ് അവസരം. കിട്ടിയാൽ നിങ്ങളുടെ മക്കളുടെ ഭാഗ്യം. കാരണം അറബി ഭാഷയും ഇംഗ്ലീഷ് ഭാഷയും ഉറുദു ഭാഷയും ഒക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള എല്ലാ നിലക്കും നമ്മുടെ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സിലബസുള്ള 5 വർഷത്തെ കോഴ്സുള്ള, അതിൽ ഡിഗ്രി അടക്കം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. 10 കുട്ടികൾക്ക് മാത്രമാണ്. അതിൽ 2 കുട്ടിയെങ്കിലും നമ്മുടെ മഹലിൽ നിന്ന് പോകണം. നാളത്തെ പണ്ഡിത നേതാക്കൾ നമ്മുടെ മഹലിൽ നിന്നാകണം എന്നുള്ള ഒരു ഖതീബ് എന്നുള്ള നിലക്കൊരു ആഗ്രഹം കൊണ്ട് നിങ്ങളോട് സൂചിപ്പിച്ചു എന്ന് മാത്രം. കാരണം സാധാരണ നമ്മൾ പറയേണ്ട മുറ്റത്തെ മുല്ലക്ക് മണമില്ല. ആ മണമില്ലാത്ത മുല്ലയായിട്ട് മാറരുത്. അതിൻ്റെ സുഗന്ധം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കണം എന്ന് ഉണർത്തുകയാണ്. പൊതുവായി പ്രത്യേകമായി നമ്മുടെ മക്കളെ കുറിച്ച് സംബന്ധിച്ച് പറഞ്ഞതാണ്. പൊതുവായി നമ്മളും എന്തു ചെയ്യണം? നമ്മുടെ കഴിവിൻ്റെ പരമാവധി ദീൻ പഠിക്കാൻ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. ദീൻ പഠിക്കാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. അതിനുള്ള സമയം കണ്ടെത്തിക്കൊണ്ടേയിരിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, വഖുൽ, നീ പറയണമെന്നാണ്, പ്രാർത്ഥിക്കണം, റബ്ബി സിദ്നി ഇൽമ, അല്ലാഹുവേ എനിക്ക് ഇൽമു വർദ്ധിപ്പിച്ചു തരണമേ. എല്ലാവരോടുള്ള കൽപ്പനയാണ്. എല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഒരു സംഗതിയാണ്. റബ്ബി സിദ്നി ഇൽമ, റബ്ബി സിദ്നി ഇൽമ, റബ്ബി സിദ്നി ഇൽമ. അതേപോലെ മറ്റൊരു പ്രാർത്ഥനയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നമസ്കാര ശേഷം പതിവാക്കാറുണ്ടായിരുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, അല്ലാഹുവേ ഉപകാരപ്പെടുന്ന ഇൽമ് എനിക്ക് നൽകണമേ, ഉപകാരപ്പെടുന്ന ഇൽമ് എനിക്ക് നൽകണമേ. വറിസ്ഖൻ ത്വയ്യിബ, വിശിഷ്ടമായ ഉപജീവനം നൽകണമേ. വഅമലൻ മുതഖബ്ബല, സ്വീകാര്യമായിട്ടുള്ള കർമ്മവും നീ എനിക്ക് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. ഈ ദുആ നമ്മൾ ചൊല്ലണം. അതേപോലെ റബ്ബി സിദ്നി ഇൽമ, വളരെ സിമ്പിൾ, വളരെ ലളിതമായിട്ടുള്ള ദുആ.
റബ്ബി സിദ്നി ഇൽമ, റബ്ബി സിദ്നി ഇൽമ. ആ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ കഴിവിൻ്റെ പരമാവധി ദീനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ, ദീനി ക്ലാസുകളിൽ നമ്മൾ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളെ ആ രൂപത്തിൽ സഹായിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപങ്ങൾ റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാവർക്കും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا إلى طاعتك. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.